അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സാരി ഡ്രൈപ്പിംഗ് പ്രൊഫഷണൽ ഒക്കെ ആവാൻ പറ്റും വിത്തൗട്ട് എനി ട്യൂട്ടോറിയൽ, വിത്തൗട്ട് എനി പെയ്ഡ് ട്യൂട്ടോറിയൽ, അങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ. നമുക്ക് ഹലോ, എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാൻ കുറേ നാൾക്ക് മുമ്പ് ഒരു സാരി ബോക്സ് പ്ലേറ്റിങ്ങിന്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നേ. അപ്പോഴത്തേനും ഒത്തിരി പേര് മെസ്സേജ് അയച്ചു അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ച് ഡീറ്റെയിൽ ആയിട്ട് സാരി ബോക്സ് പ്ലേറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് ഇച്ചിരി ലെങ്തി വീഡിയോ ആയിരിക്കും, അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവർ കാണുക. നമ്മൾ യൂട്യൂബിലും കൂടെ ഇത് അപ്ലോഡ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഈ സാരി ബോക്സ് പ്ലേറ്റിംഗ് നമുക്ക് ആദ്യം ഒരു സാരി വേണം. ഓക്കെ, സാരി എടുത്തിട്ടുണ്ട് കേട്ടോ. സാരി, പിന്നെ ഈ ക്ലിപ്പ്, ഈ സാധനം ഇത് നമുക്ക് ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അധികം വിലയൊന്നുമില്ല. ഇങ്ങനെ രണ്ട് വലിയ പല്ലുള്ള രണ്ട് ക്ലിപ്പ് നമുക്കിങ്ങനെ ഇങ്ങനെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണേ. അപ്പം അത്, പിന്നെ ഒരു പാക്കറ്റ് സേഫ്റ്റി പിൻ, പിന്നെ നമുക്ക് മെഷറിംഗ് ടേപ്പ്. ഇത്രയും 3 സാധനങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ ഒരു സാധനം ഉണ്ട്, ഒരു വല പോലത്തെ, അത് നമുക്ക് സാരിയൊക്കെ ഉരുകാതിരിക്കാൻ അതിൻ്റെ മുകളിൽ കൂടെ. പക്ഷെ അത് അത്ര യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നിങ്ങൾ അയൺ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് അയണിൻ്റെ ചൂട് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ചെയ്താൽ മതിയേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മെഷർമെൻ്റ് ആണ് എടുക്കേണ്ടത്. അതിൽ ഫസ്റ്റ് എടുക്കേണ്ട മെഷർമെൻറ്റ് നമുക്ക് മുന്താണിയുടെ മെഷർമെൻറ്റ്, അതായത് ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് നമുക്ക് എന്തോരം മുന്താണി എന്തോരം വേണമെന്ന് നോക്കിയിട്ട് അതിൻ്റെ അളവെടുക്കുക എത്രയാണെന്ന് വെച്ചാൽ. അത് എനിക്ക് ആക്ച്വലി ഈ ക്ലയൻറ്റിന് 47 ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 47 ആണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുന്താണിന്ന് നമ്മൾ എങ്ങോട്ടാണ് സാരി കൊടുക്കുക? ഇങ്ങോട്ടല്ലേ? ഇതാ ഇങ്ങനെ പിടിക്കുക. ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പിടിച്ച് ഇങ്ങനെ കേർവ് ചെയ്ത് ഈ ഇങ്ങറ്റം വരെ ഒന്ന് എത്തിച്ചേക്കാം. ഇവിടം വരെയുള്ള നമ്മുടെ ടോട്ടൽ എന്തോരം വേണം എന്നുള്ളത് നോക്കുക. ഇതിപ്പം ഞാൻ ഒരു 60 അങ്ങ് എടുക്കാം. പക്ഷേ സ്ലിം ആയിട്ടുള്ളവർക്ക് ഇത്രയൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഇച്ചിരി വണ്ണമൊക്കെ ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ടാണേ. അപ്പം അങ്ങനെ, അതായത് നമ്മൾ സാരി ഈ ഡ്രേപ്പ് ചെയ്ത് പോകുന്ന ആ ഭാഗത്തിൻ്റെ ആ ഒരു അളവാണ് എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചുറ്റി തിരിച്ചങ്ങ് എടുക്കുക, എത്ര ഉണ്ടെന്ന് നോക്കുക. മൂന്നാമത്തെ മെഷർമെൻറ്റ് വേസ്റ്റ്, ഇതാ ഇത്രയും വേസ്റ്റ് നമുക്ക് എന്തോരമുണ്ട് അത്. അപ്പം ഈ 3 മെഷർമെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം ഫസ്റ്റ്, സെക്കൻഡ് ഇങ്ങനെ ചുറ്റിയെടുക്കുന്നത്, തേർഡ് വേസ്റ്റ്, ഇത്രയും സാധനം. അപ്പം ഇത് വെച്ച് നമ്മൾ ഈ സാരിക്കകത്ത് പിന്നു കുത്തും. സാരി നമ്മളെടുത്തു, അപ്പോൾ നമുക്ക് മുന്താണി വേണ്ടത് 47 ആണ്. അപ്പം നമ്മൾ 47 ദാ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് മുന്താണിയുടെ അവിടെ നിന്ന് 47 നമ്മളിതാ ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ഒരു സേഫ്റ്റി പിൻ കുത്താം. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ലെങ്തി വീഡിയോ ഇട്ടത്. ആക്ച്വലി നമുക്ക് അതിനുള്ള വലിയ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. ഉള്ള ഫെസിലിറ്റിയിലാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അത് ഇങ്ങനെ ഒരു പിന്നെ നമ്മൾ കുത്തി, അതായത് മുന്താണിയുടെ അവിടെ നമുക്ക് ഇവിടെ ഷോൾഡർ പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ ചുറ്റി തിരിച്ചുള്ള ആ ഒരു മെഷർമെൻ്റ് ആണ്. അത് അറൗണ്ട് 60 ആണ് വരുന്നത്. നമ്മൾ ഇതാ 60 ഇവിടുന്ന് 60 നമ്മൾ മാർക്ക് ചെയ്തു. 60യുടെ അവിടെ ഇനിയും സാരിയുടെ ബാക്ക് സൈഡ്, മുന്താണിയുടെ പോർഷനല്ല, ഇപ്പറേ നമ്മൾ കുത്തുന്ന പോർഷനെ, അവിടെ നിന്ന് നമുക്ക് ഈ ക്ലയൻറ്റിന് നമുക്ക് 43 ആണ്. നമ്മൾ 43 എടുത്തു. നമ്മൾ അവിടെയും ഒരു പിൻ കുത്തി. അപ്പം ഇതിത്രയാണ് പിന്നിങ് പ്രോസസ്. 3 പിന്നാണ് നമ്മൾ ഫസ്റ്റ് കുത്തുക. അപ്പം ആ 3 പിൻ എവിടെയാണ് കുത്തേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഫ്ലീറ്റ് ആണ് എടുക്കേണ്ടത്. ഫ്ലീറ്റ് എടുക്കണമെങ്കിൽ സാരി നമുക്ക് ഒന്ന് ജസ്റ്റ് അയൺ ചെയ്യണം. ആദ്യം നമ്മൾ ഷോൾഡർ പ്ലീറ്റ്സ് ആണ് എടുക്കുന്നത് കേട്ടോ. ലെങ്ത് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കുമായിരിക്കുമോ?
എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇത് കട്ട് ചെയ്ത് കാണിച്ചാലും നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ കാണിക്കാമെന്ന് വെച്ചത്. അപ്പം നമ്മൾ അയൺ ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്തോരം വിഡ്ത്ത് വേണം ആ വിഡ്ത്ത് അനുസരിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇത്രയും വിഡ്ത്ത് നമുക്ക് വേണം. ഈ വിഡ്ത്ത് നമ്മൾ വിടുക. ഇത് ആക്ച്വലി അതും കൂടെ ഒന്നും പറയണം. ഇതാ നമ്മളിങ്ങനെയാണ് ഡ്രേപ്പ് ചെയ്ത് പോകുന്നത്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ഈ ഇങ്ങേ അറ്റത്തെ ഭാഗമില്ലേ, ഇതിപ്പോൾ നമുക്ക് ഫ്ലീറ്റ് ചെറുതാണ് വേണ്ടെങ്കിൽ അത് എത്ര വേണം എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നമ്മൾ മിനിമം 3 ഇഞ്ചൊക്കെയാണ് നമ്മൾ എടുക്കാറ് കേട്ടോ. മിനിമം 3 ഇഞ്ച്. അപ്പം ആ ഒരു 3 ഇഞ്ച് നമുക്ക് വിടണം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ബോർഡർ വിടുകയാണ്. ഈ ഒരു ബോർഡർ കണ്ടോ, ഈ ഒരു ബോർഡർ, ഈ ഗോൾഡൻ 2 ബോർഡർ ഉണ്ട് അതിനകത്ത് ഈ അറ്റത്തെ ബോർഡർ ഞാൻ വിട്ടിട്ട് ബാക്കി ബോർഡറാണ് എടുക്കുന്നത്. അതായത് ഇതിപ്പം നിങ്ങൾക്ക് കാണാവോ, ഇത് കണ്ടോ, ഞാൻ ഇവിടുന്ന് എടുക്കുന്നത് ഈ ബോർഡറിൻ്റെ അറ്റത്താണ് വെക്കുന്നത്. കണ്ടോ, ഈ ബോർഡറോട്ട് കയറ്റി വെക്കുന്നില്ല കേട്ടോ. അത് ബാക്കിയാണ് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ മടക്കി നമുക്ക് എന്തോരം ഫ്ലീറ്റ് വേണം എന്ന് വെച്ചാൽ അത് വെച്ച് മടക്കി ഒന്ന് നമ്മൾ അയൺ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അയൺ ചെയ്ത് കാണിക്കാം. ഇതും നമ്മുടെ ഒരു സാരിയാണ്. നമ്മളൊരു സാരി വെട്ടി തയ്ച്ചാണിത്. ഓർമ്മയുണ്ടോ? കൊള്ളാവോ എന്ന് പറയണം കേട്ടോ, കണ്ടിട്ടില്ലാത്തവർ. ഒത്തിരി ചൂടിലൊന്നും ഇടരുതേ. ഒന്നാമത് വല്ലവൻ്റെ സാരിയാ. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചൊക്കെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. നമുക്കറിയാമല്ലോ, നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ആ ഒരു ചൂടിൻ്റെ ഒരു സംഭവം മനസ്സിലാവുമല്ലോ. അപ്പം ഞാൻ ഈ ബോർഡർ എടുക്കണില്ല. ഈ ബോർഡർ അങ്ങോട്ട് മാറ്റിയിട്ടിട്ടാണ് ബാക്കി ചെയ്യാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ആയിരിക്കണം എടുക്കണമെന്നില്ല കേട്ടോ. എനിക്ക് ഇപ്പം ഞാൻ പഠിച്ച ഒരു രീതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എന്നിട്ട് ഇതാ അങ്ങോട്ട് തന്നെ നമ്മൾ അടുത്തത് മടക്കി വെച്ചു. നമുക്ക് എന്തോരം ഫ്ലീറ്റ് വേണം എന്നനുസരിച്ച് നമ്മളത് മടക്കി എടുത്താൽ മതി കേട്ടോ. മെയിൻ ബോർഡർ മാത്രം ഈ ഒരു വിഡ്ത്തിൽ നമുക്ക് കിട്ടും. ബാക്കി ബോർഡർ നമുക്ക് എന്തോരം ചെറുതാക്കണോ അതനുസരിച്ച് ചെറുതാക്കാവേ. വീണ്ടും ഒരു ബോർഡർ മടക്കി വീണ്ടും ഞാനൊരു ബോർഡറും കൂടെ മടക്കാണ് കേട്ടോ. അപ്പം ഇത്രയും നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ ഇത്രയും മടക്കിയെടുത്തു. കണ്ടോ, ഇതിനി നമ്മൾ എങ്ങനെയാണ് മടക്കിയെടുക്കുന്നത് എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഫ്ലീറ്റ് ഇതിപ്പോൾ നമ്മൾക്ക് ആ ഫോൾഡിങ് കിട്ടിയിട്ടുണ്ട്. ആ ഫോൾഡിങ് അനുസരിച്ച് നമ്മളൊന്ന് മടക്കിയെടുത്താൽ മതിയേ. കണ്ടോ, ഈ ഒരു ഫോൾഡിങ് ഇവിടെ കാണാം. ഇങ്ങനെ നമ്മൾ ഓരോന്നും ആ ഫോൾഡിങ് അനുസരിച്ചേ നമുക്ക് മടക്കി കിട്ടും കേട്ടോ. അങ്ങനെ മടക്കിയെടുക്കുക കേട്ടോ. ആക്ച്വലി ആൾക്കാർ ട്യൂട്ടോറിയലൊക്കെ ഇടാറുണ്ട്. എനിക്കൊന്ന് ഒത്തിരി പേരിങ്ങനെ പെയ്ഡായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. സോ ഞാനിത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണിച്ചു തരാണ്. ഇതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നവർക്ക് ഇതുകൊണ്ട് പഠിക്കാം. ആണോ, അപ്പം നമ്മൾ ഇത്രയും ഫ്ലീറ്റ്സ് എടുത്തു. ഇനി നമ്മൾക്ക് ഇതൊന്ന് പിൻ ചെയ്തെടുക്കണം. ഒരു
സേഫ്റ്റി പിൻ നമുക്ക് കുറച്ച് വേണം കേട്ടോ ഇന്ന്. അവസാനം നമുക്കെല്ലാം ഊരി കളയാം, പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് അവിടെ ഇവിടെ വയ്ക്കാനായിട്ടൊക്കെ സേഫ്റ്റി പിൻ വേണം. അപ്പം നമ്മളിതിങ്ങനെ പിൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. നമ്മളിവിടെ ആക്ച്വലി 1 2 3 4 5 6 7 8 9 ഇവിടുത്തെ ആ ഒരു ഫോൾഡിങ് നമ്മൾ 9 ആണ് എടുത്തിരിക്കുന്നത്. നമുക്കതേ കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ തൽക്കാലം ഈ സാധനം കൊണ്ട് ഇതിവിടെ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കുവാണേ. സോ ഇങ്ങനെ ഞാൻ പിൻ ചെയ്ത് വെച്ചു. എന്നിട്ട് നമുക്ക് ഇത് വലിച്ച് പിടിച്ച് നമുക്കിത് അയൺ ചെയ്യാം. അപ്പം അങ്ങനെ പിൻ ചെയ്തിട്ട് നമ്മളൊന്ന് നന്നായി വലിച്ചു പിടിക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ അതങ്ങ് വന്നോളുവേ. അപ്പം എന്തായാലും നമുക്ക് മുന്താണി പോർഷൻ ഒരേ ലെവലാണ് വേണ്ടത്. ചെസ്റ്റിൻ്റെ ഇങ്ങോട്ട് വന്നിട്ടേ നമുക്ക് ആ ഒരു വിരിവ് വരുന്നുള്ളല്ലോ. അപ്പം മുന്താണിയുടെ പോർഷൻ നമ്മൾ കറക്റ്റായിട്ട് അങ്ങനെ പിടിച്ച് അയൺ ചെയ്തെടുക്കണം കേട്ടോ. സോ നമ്മൾ അപ്പം അയൺ ചെയ്തെടുക്കുക കുറച്ച് കുറച്ച്. എന്നിട്ട് ബാക്കി ഇങ്ങനെ കയറ്റി കൊടുക്കുക കേട്ടോ. അയൺ ചെയ്ത് കഴിയുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് അങ്ങ് നിന്നോളും. നമ്മുടെ ഇവിടുത്തെ പിന്നിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ പിന്ന് വരെ നമ്മൾ കറക്റ്റ് ആ സ്ട്രെയിറ്റ് ഫോൾഡിങ് ഹോൾഡ് ചെയ്യുക കേട്ടോ. നമ്മുടെ സെക്കൻഡ് പിൻ, അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെയുള്ള പിന്നിലോട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിടിച്ച് നമ്മൾ വലിച്ച് പിടിച്ചങ്ങ് എടുക്കുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് അങ്ങ് വരും കേട്ടോ. ഭയങ്കരമായിട്ട് വലിച്ചല്ല, എന്നാലും അത്യാവശ്യം വലിച്ച് പിടിക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അങ്ങ് കിട്ടും. ഇങ്ങനെ അയൺ ചെയ്ത് പോകുക. ഒരൊറ്റ അയണെങ്കിൽ തന്നെ അത് ഒതുങ്ങി കിട്ടും കേട്ടോ. നമ്മുടെ ഈ പിന്ന് എത്തിയിട്ടുണ്ട്. അപ്പം അവിടം വരെ ഒന്ന് കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റായിട്ട് അങ്ങ് പിടിച്ചു കൊടുക്കണേ, ആ പിന്ന് വരെ. നമ്മൾ അതുവരെ കറക്റ്റായിട്ട് അങ്ങ് പിടിച്ചു. നമ്മളല്ല ഞാൻ. നിങ്ങൾ ഇത് നോക്കി ചെയ്യണം കേട്ടോ. എന്നിട്ട് എനിക്ക് മെസ്സേജൊക്കെ അയക്കണേ, ചെയ്തു എന്നൊക്കെ പറഞ്ഞേ. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ, നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ചെയ്യാന്നൊക്കെ പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോൾഡർ വരെ സെറ്റ് ചെയ്ത് കേട്ടോ.
അത് കഴിഞ്ഞ് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കുറച്ച് നമ്മൾ വീതി കൊടുക്കണം. ഓക്കെ, അന്ന് പറഞ്ഞോണ്ട് ഭയങ്കര അങ്ങ് ഇതാക്കി കൊടുക്കാനല്ല, ഒരു ചെറിയ ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമ്മളൊന്ന് പയ്യെ പയ്യെ ഒന്ന് ഇതാക്കി വെക്കണേ. ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ തൂക്കുമ്പോൾ തന്നെ അതൊന്ന് മടങ്ങി കിട്ടും. പിന്നെ ഒന്ന് അയണും കൂടെ ചെയ്ത് കഴിയുമ്പോൾ സെറ്റ് ആവും കേട്ടോ. കണ്ടോ, കാണാമോ നിങ്ങൾക്ക്? അയ്യോ എൻ്റെ കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ഫ്ലീറ്റും എടുത്ത് കൈ കൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് നമ്മൾ കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു 1 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ഈ കൊടുത്തേക്കുന്നത്. അത് ഏകദേശം കറക്റ്റായിട്ടൊക്കെ വരും കേട്ടോ. കണ്ടോ, സെറ്റായില്ലേ? ഇനി ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കണേ. നല്ല പെർഫെക്റ്റായിട്ട് ഒന്ന് ഭംഗിയായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് നിങ്ങൾക്കൊരു സാരി ഡ്രൈപ്പിംഗ് പ്രൊഫഷണൽ ഒക്കെ ആവാൻ പറ്റും, വിത്തൗട്ട് എനി ട്യൂട്ടോറിയൽ, വിത്തൗട്ട് എനി പെയ്ഡ് ട്യൂട്ടോറിയൽ, അങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ. നമുക്ക് പെയ്ഡൊന്നും അല്ലാത്തൊരു ട്യൂട്ടോറിയൽ. ഇത് ആക്ച്വലി ഞാൻ ചെയ്യുന്നത് നമുക്ക് ഒരു 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിന് നിങ്ങളോട് എനിക്ക് വലിയ നന്ദിയുണ്ട്. അപ്പോൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത നമ്മൾ വീഡിയോ ആയിട്ട് തുടങ്ങി. എനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് എത്ര ക്വാളിറ്റി ഉണ്ടോയെന്നോ കണ്ടൻറ്റ് ഓക്കെ ആണോയെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് ഞാൻ 10K ഫോളോവേഴ്സ് ആയിരിക്കുന്നു, അതും ജെനുവിൻ. ഞാൻ എന്താ പറയാ ജെനുവിൻ ആയിട്ടുള്ള ഫോളോവേഴ്സ്. നമ്മൾ ആരെയും പൈസ കൊടുത്ത് ഫോളോവേഴ്സ് ആക്കിയതല്ല. നിങ്ങൾക്ക് കണ്ടന്റ് കാണാൻ ഇഷ്ടമായിട്ട് നിങ്ങൾ കയറി കണ്ടന്റ് കണ്ട് അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്രകാരം ഫോളോ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അത് എനിക്കൊരു വലിയ സന്തോഷമാണ്. ആ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടൊന്ന് കൂട്ടിയാൽ മതി. അപ്പം സാരി ഡ്രൈപ്പിംഗ്, ഈ സാരി ബോക്സ് ഫോൾഡിങ് ഒക്കെ ആക്ച്വലി പെയ്ഡായിട്ട് ഒത്തിരി പേര് ചെയ്യുന്ന ഒരു സാധനമാണ്. എന്നാലും ഇത് ഞാനിങ്ങനെ നിങ്ങൾക്കായിട്ട് പെയ്ഡൊന്നുമില്ല. നമുക്ക് ഇത് ആക്ച്വലി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. സാരി ബോക്സ് ഫോൾഡിങ് എന്നും പറഞ്ഞിട്ട് ഒരു പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യാം. അത്രയും നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ നമ്മൾ അപ്പം ഇവിടെ ആക്ച്വലി നമ്മൾ ഇനിയിപ്പം ഞാൻ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ ഒരു 12, നമുക്ക് ഓൾമോസ്റ്റ് ഒരു 12 ഒക്കെ ആയിരിക്കും ചെസ്റ്റ് സൈസ് വരിക. അവിടെ ഒരു 10, 11, 12 ഒരു ഗ്യാപ്പ് നമുക്ക് ഏകദേശം അറിയാലോ. ചിലവർക്ക് ഒത്തിരി ഇങ്ങനെ വിടർന്ന് വേണ്ട, ചിലർക്ക് ഇങ്ങനെ നൈസായിട്ട് പോയാൽ മതി. അത് ഡിപ്പെൻഡ് അനുസരിച്ച് ഓരോരുത്തരുടെ. പിന്നെ ആ ഒരു 12, 13, ആ ഒരു 15 ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി ഗ്യാപ്പ് അങ്ങ് കൂട്ടണം കേട്ടോ. ഒരു 2, ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ ഒരു 1 ഇഞ്ച് എടുത്തെങ്കിൽ, അതായത് ഒരു കൈപ്പത്തിയുടെ അളവിൽ, ഒരു കൈയുടെ ഇവിടം വരെയുള്ള നമ്മുടെ ഷോൾഡർ പിൻ ചെയ്തതിൻ്റെ ഇവിടം വരെയുള്ള ഒരളവിൽ നമ്മളൊരു 12, 13, 14 ഒക്കെ ചെസ്റ്റ് സൈസ് എടുത്തെങ്കിൽ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പ് കൂട്ടി വെക്കണം. ഇപ്പം ഞാൻ ഇച്ചിരി ഗ്യാപ്പ് കൂട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. കണ്ടോ, നമ്മളൊരു 1 ഇഞ്ച് എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു 2 ഇഞ്ചൊക്കെ ആക്കി. ഇപ്പം അധികം താമസിയാതെ തന്നെ നമ്മുടെ തേർഡ് പിന്നെത്തും. തേർഡ് പിൻ ഏതാണ്? നമ്മുടെ സെൻട്രൽ പ്ലീറ്റ്സ്, അതായത് ഇവിടെ പിൻ ചെയ്യാനുള്ള ആ പോർഷൻ നമ്മളിപ്പോൾ തന്നെ എത്തുവേ. അതുവരെ ജസ്റ്റ് ഒന്ന് ഗ്യാപ്പ് ഇട്ടൊന്ന് അയൺ ചെയ്ത് വെച്ചാൽ മതി. അപ്പം അയൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കത് ഉടുക്കുമ്പോഴും നല്ല പടി പോലെ അങ്ങ് ഇരുന്നോളും. അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ
10K ഫോളോവേഴ്സ് എന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് കാണുന്ന അഭിപ്രായങ്ങൾ പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു സോ മച്ച്. കണ്ടോ, ഈ പിന്നായിട്ടുണ്ട് കേട്ടോ. നമ്മളിനി മൂന്നാമത്തെ പിന്നായിട്ടുണ്ട്. അതുവരെ ജസ്റ്റ് നമ്മളൊന്ന് അയൺ ചെയ്തങ്ങ് വിട്ടേക്കുക. അത് പിന്നെ ഒരു നല്ല ഗ്യാപ്പിൽ അങ്ങ് അയൺ ചെയ്തങ്ങ് വിട്ടാൽ മതി. നമ്മൾ ഉടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അല്ലാണ്ട് ആ ഒരു ഫോൾഡിങ് നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. നല്ല നീറ്റായിട്ട് ഇരുന്നോളൂ. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അവിടെ പിൻ ചെയ്തിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ഇതിങ്ങനെ വലിഞ്ഞ് നിന്നോളും കേട്ടോ. നിങ്ങളെല്ലാവരും വീട്ടിലുള്ള സാരി എടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. എന്നിട്ട് ഒരു നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആവും. നിങ്ങൾ ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ബെറ്റർ ആവുമല്ലോ. അങ്ങനെ നിങ്ങൾ ബെറ്റർ ആവും. പിന്നെ നിങ്ങൾക്ക് ഇതൊരു പ്രൊഫഷനായിട്ട് വേണമെങ്കിലും എടുക്കാം. സാരി ബോക്സ് പ്ലീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഓരോ സ്ഥലത്തും ചാർജൊക്കെ ഓരോ ഡിപ്പെൻസ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് അതിൽ ചെയ്യാം. ഒത്തിരി പേര് അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ എടുക്കാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 പിന്നിൻ്റെ അകത്താണ് നമുക്ക് സെൻറ്റർ പ്ലീറ്റ്സ് വേണ്ടത്. ഇത് ആക്ച്വലി നമ്മളിവിടെ കുത്തുന്ന ഭാഗം, ഈ ബാക്കിൽ നിന്ന് ഇവിടം വരെ ഉള്ളത്. പിന്നെ നമ്മുടെ ഈ 2ാമത്തെ പിന്നും 3ാമത്തെ പിന്നും ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് സെൻറ്റർ പ്ലീറ്റ്സ് വേണ്ടത്. അപ്പം നമ്മൾ ഇനി സെൻറ്റർ പ്ലീറ്റ്സ് എടുക്കാൻ പോവാണ്. നമ്മുടെ ഷോൾഡർ പ്ലീറ്റ്സ് കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് അയൺ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റായിട്ടല്ലേ, നല്ല ഭംഗിയുണ്ട് അല്ലേ. പക്ഷെ ഞാൻ തന്നെ പറയാം നല്ല ഭംഗിയുണ്ടെന്ന്. ഇനി നമുക്ക് വേണ്ടത് സെൻറ്റർ പ്ലീറ്റ്സ്. സെൻറ്റർ പ്ലീറ്റ്സിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബാക്കിൽ നിന്ന് ഇങ്ങനെ വരൂലേ, ബാക്കിൽ നിന്ന് നമ്മൾ ചുറ്റി വരുമ്പോൾ വരുന്ന ഫസ്റ്റ് ഹുക്ക്, അതായത് ഫസ്റ്റ് പിന്ന്, അവിടുത്തെ ഒരു ഫ്ലീറ്റ് നമ്മൾ ഇച്ചിരി വലുതായിട്ട് എടുക്കണം. ഓക്കെ, അത് ഇച്ചിരി, ആ ഫ്ലീറ്റ് മാത്രം ഇച്ചിരി നല്ല അത്യാവശ്യം നല്ല രീതിക്ക് വലുപ്പത്തിലെടുത്തോ. അത് എടുത്ത് ഇങ്ങനെ മടക്കാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇച്ചിരി ചെറുതായാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് കൂടുതൽ ഫ്ലീറ്റ് ആയിട്ട് കിട്ടുന്ന അങ്ങനെയാണ്. കൂടുതൽ ഫ്ലീറ്റ് ആയിട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്നറിയോ, നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് എടുത്ത് നല്ല ഭംഗിക്ക് അയൺ ചെയ്ത് വെക്കുമ്പോൾ ആ ഒരു ഭയങ്കര കുഞ്ഞു കുഞ്ഞു കുറച്ച് ഒത്തിരി ഇങ്ങനെ കുറേ ഫ്ലീറ്റ് ഉള്ള പോലെ തോന്നും. അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ ഇതിന് ആദ്യം ഫസ്റ്റ് ഫ്ലീറ്റ് നമ്മൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ എടുക്കണം. ബാക്കിയുള്ള ഫ്ലീറ്റൊക്കെ ഇച്ചിരി ചെറുതായാലും നമുക്ക് കുഴപ്പമില്ല. ഞാൻ ഇവിടെ 1 2 3 4 5 6 7 നമുക്ക് 7 ഇതാണ് കിട്ടിയിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഇത്രയും വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിലും വലുപ്പം കുറച്ചെടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഒരു വെഡ്ഡിങ് ഫംഗ്ഷന്, ബ്രൈഡല്ല, വെഡ്ഡിങ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇത്രയും ഫ്ലീറ്റിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് നമ്മുടെ ഈ പിന്നില്ലേ, ഈ പിന്ന് കുത്തിയേക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഒരു ഇത്തിരി അങ്ങ് വിട്ടേക്കണം കേട്ടോ. അതായത് ഞാൻ ഇവിടെ ഒരു 3 ഇഞ്ചൊക്കെ വിട്ടിട്ടുണ്ട്, അങ്ങനെ ഒന്ന് വിട്ടേക്കണം. അപ്പം ഇത്രയും നമ്മൾ ഫ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ ബാക്കിൽ നിന്ന് എടുക്കുന്ന ഫസ്റ്റ് ഫ്ലീറ്റ് നമ്മൾ ഇച്ചിരി വിട്ടായിട്ട് എടുക്കും, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ചെറിയ ഫ്ലീറ്റ്സ് എടുക്കും കേട്ടോ.
നിങ്ങൾക്ക് ചെറിയ ഫ്ലീറ്റ്സ് ഡിപ്പെൻസ് ഓൺ നിങ്ങൾക്ക് എന്തോരം ഫ്ലീറ്റുകൾ ഫ്രണ്ടിൽ ഇങ്ങനെ കാണണം എന്ന് അനുസരിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഫ്ലീറ്റ് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞതായിട്ട് അങ്ങ് എടുത്താൽ മതി. നമ്മൾ ഒത്തിരി ബ്രൈഡ് ഒക്കെ ഭയങ്കര കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് വെച്ചിട്ട് സെൻറ്റർ പ്ലീറ്റ്സ് വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് എടുക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് സെൻറ്റർ പ്ലീറ്റ്സ് നമുക്ക് അയൺ ചെയ്യണം. അതിന് മറ്റേ ഒരു പ്ലേറ്റ് നമുക്ക് അങ്ങോട്ട് തൽക്കാലം ഇങ്ങോട്ടിടാം. പിന്നെ ഞാനിപ്പോൾ ഫസ്റ്റ് മുന്താണി എന്നല്ലേ സ്റ്റാർട്ട് ചെയ്താൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് സെൻറ്റർ പ്ലീറ്റ്സ് എടുത്തിട്ട് മുന്താണി പൊസിഷൻ ആണെങ്കിൽ എടുക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം, എങ്ങനെയും ചെയ്യാം. അത് നമ്മൾ അയൺ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ലേ. ഇതിപ്പോൾ ഇങ്ങനെ വന്നു. ഇതിനിപ്പോൾ നമ്മൾ ഇവിടെ ഞാനൊന്ന് പിൻ ചെയ്ത് വെക്കുവാണേ. എന്നിട്ട് നമ്മൾ ആസ് യൂഷ്വൽ വലിച്ചു പിടിക്കുന്ന പോലെ ഇതങ്ങ് വലിച്ചു പിടിച്ച് അങ്ങ് അയൺ ചെയ്യണം. ഇത് മിഡിൽ പ്ലേറ്റ് നമുക്ക് അയൺ ചെയ്യുമ്പോഴത്തേനും ഇങ്ങോട്ട് തിരിച്ചാട്ടോ. അതായത് ഇപ്പം നമ്മൾ ഇങ്ങനെ എടുത്തു, ഇങ്ങനെയാണ് നമ്മൾ കുത്താൻ പോകുന്നത്. അപ്പം നമ്മൾ കുത്താൻ പോകുന്ന ഭാഗത്തിന് വേണം ഇങ്ങോട്ട് മടക്കണം. നമ്മൾ ഓരോ പ്ലേറ്റും അങ്ങ് ലെവലാക്കി എടുക്കുവാണേ. അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു പിടിക്കുമ്പോഴത്തേനും അതനുസരിച്ച് ഇങ്ങനെ പോന്നോളും. അപ്പം ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് വെക്കാനല്ല, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചെന്നേ ഉള്ളൂ. ഇനിയിപ്പം നമുക്കിതിനെ ഒന്ന് ഇച്ചിരി ഒന്ന് ഗ്യാപ്പിട്ട് വെക്കാം. അതായത് ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളിതൊന്ന് വിരിച്ച് വെക്കുവാണേ. ചൂട് കാരണമാണ് ഞാൻ ഫാൻ ഇട്ടിരിക്കുന്നത്, അതിൻ്റെ സൗണ്ട് ഉണ്ടാവും ചിലപ്പോൾ. അപ്പം അങ്ങനെ കൊടുക്കാം. ഇനി നമുക്ക് അയൺ ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് ഗ്യാപ്പിടല്ലേ, ഒത്തിരി ഗ്യാപ്പിട്ടാൽ ഭംഗി ഉണ്ടാവില്ല. ഒരു പൊടിക്ക്
ഇതേപോലെ ഒരു ഗ്യാപ്പ് ഇട്ട് നമ്മൾ എടുക്കാം. അങ്ങനെ നമ്മൾ ഇത് ചെയ്തെടുത്തു. കണ്ടോ, ഇത് ആ ഫ്ലീറ്റ്സ് നമ്മൾ സെറ്റാക്കി വെച്ചു. അതുകൊണ്ട് ഒട്ടുമേ കാണാനില്ല. ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ വെക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ബാക്കി പോർഷനും നമ്മളൊന്ന് ജസ്റ്റ് അയൺ ചെയ്തങ്ങ് കൊടുക്കണം, ചുളിവുണ്ടെങ്കിൽ. എന്നിട്ട് നമ്മൾക്ക് എന്തോരം എന്താ പറയുക, നമ്മൾ എടുത്തിരിക്കുന്ന കവറിന് എന്തോരം വിട്ടുണ്ടോയെന്ന് വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ മടക്കാം. ഓക്കെ, ഇവിടം കൊണ്ട് എൻ്റെ സൗണ്ട് കട്ടായി പോയി കേട്ടോ, എനിക്ക് എന്നെ അറിഞ്ഞില്ല. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒരു കറക്റ്റ് ലെവലിൽ അങ്ങ് ഫോൾഡ് ചെയ്ത് വെക്കണം കേട്ടോ. ഫ്ലീറ്റ്സ് എടുത്ത ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കറക്റ്റ് ലെവലിൽ നമ്മളൊന്ന് ഫോൾഡ് ചെയ്യണം. അതായത് നമ്മളൊരു കവറൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കവറിൻ്റെ അകത്ത് ഇതൊരു ബോക്സ് ആയിട്ട് എങ്ങനെ വെക്കാൻ പറ്റും, ആ ഒരു ലെങ്ത് നോക്കിയിട്ട്, ആ ഒരു മെഷർമെൻറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമ്മളിത് ഇങ്ങനെ അയൺ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ചെറിയ ഒരു ബോക്സ് പോലെ ആക്കാനാണ് ഈ നോക്കുന്നത്. അപ്പം ഞാൻ ഒരു ചെറിയ ഒരു വിഡ്ത്ത് എടുത്തിട്ടുള്ളൂ, മനസ്സിലായോ? അതുകൊണ്ട് അതിങ്ങനെ ഫോൾഡ് ചെയ്ത് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് അയൺ ചെയ്തങ്ങ് വെക്കണം. അപ്പം ഇതേപോലെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കണം എന്തായാലും. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇത് പ്രൊഫഷണൽ ആക്കാൻ പോലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഈ വീഡിയോ. അപ്പോൾ ഇതേപോലെ എന്നിട്ട് നമ്മളത് മറിച്ചെടുക്കണം. ആ ഫോൾഡിങ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ സാരീനെ ഇതേപോലെ മറിച്ചെടുക്കുക, മനസ്സിലായോ? സാരിയുടെ അഴുക്ക് ഭാഗം ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ. എന്നിട്ട് ഇതേപോലെ നമ്മൾ ആ മുന്താണി എടുത്ത് വീണ്ടും ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ആ മുന്താണി ഭാഗം അകത്തായിട്ട് ഫോൾഡ് ചെയ്യണം. മറ്റേ ഭാഗം, അതായത് നമ്മളുടെ സെൻറ്റർ പ്ലീറ്റിൻ്റെ ബാക്കിലോട്ടുള്ള ഭാഗം നമ്മൾ പുറമേ ബോക്സ് പോലെ ആക്കി എന്നിട്ട് മറിച്ച് അഴുക്ക് വശം അകത്ത് വരുന്ന രീതിയിൽ മറിച്ചെടുത്തിട്ട് പിന്നെ ഇതേപോലെ നമ്മുടെ മുന്താണിയുടെ പോർഷനും, മുന്താണിയല്ല ചെസ്റ്റ് പോർഷനൊക്കെ വരുന്ന ആ ഒരു പോർഷനെ ഇതേപോലെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കും. കണ്ടോ, ഇതേപോലെ മടക്കി തന്നെ എടുക്കുക കേട്ടോ. ഇത് ഇങ്ങനെ വെക്കുമ്പോൾ എന്താ പറയുക, പെർഫെക്ഷൻ ആയിട്ടിരിക്കുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും പലർക്കും. പക്ഷേ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ബോക്സ് പ്ലേറ്റിംഗ് ചെയ്യുമ്പോഴും ചെയ്യുന്നത് കേട്ടോ. അതങ്ങനെ ഇരുന്നോളുവേ. അപ്പോൾ ഇതേപോലെ അത് അറേഞ്ച് ചെയ്ത് മടക്കി ആ ഒരു നമ്മൾ ചെറിയ എന്തോരം വിട്ടെടുത്തിട്ടുണ്ടോ ആ വിട്ടിൽ മടക്കി എടുക്കുക. പിന്നെ നമ്മളുടെ ഒരു കൈപ്പത്തി ആ ഒരു ഗ്യാപ്പ്, ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിലുള്ളത് മാത്രം നമ്മൾ ബാക്ക് സൈഡിലോട്ട് വീണ്ടും ഇട്ടേക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഒരു ആ കൈപ്പത്തിയുടെ ഗ്യാപ്പിനുള്ളത് മാത്രം നമ്മൾ ബാക്ക് സൈഡിലോട്ട്, കൈപ്പത്തിയുടെ ആ ഒരു ഗ്യാപ്പിന്, ആ ഒരു കൈമുട്ടിൻ്റെ അവിടം വരെയുള്ള പോർഷൻ നമ്മൾ ബാക്ക് സൈഡിലോട്ട്, അതും മുന്താണി പോർഷനും ബാക്ക് സൈഡിലോട്ട് ഇട്ടു. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തു. മിഡിലായിട്ട് ആ ഒരു ഫ്ലീറ്റിങ് നമ്മൾ മിഡിലായിട്ടാണ് വെച്ചിരിക്കുന്നത്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. വൺ സൈഡിൽ നിന്ന് ഇതേപോലെ ബോക്സ് പോലെ നമ്മൾ ഫോൾഡ് ചെയ്തു. ഞാൻ മിഡിലിൽ ഏകദേശം മിഡിലായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് കൊള്ളിച്ചങ്ങ് വെക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ വൺ സൈഡിൽ നിന്ന് അങ്ങ് ഫോൾഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പറേ സൈഡും അതേപോലെ തന്നെ ഒരു ബോക്സ് പോലെ നമുക്ക് കിട്ടണം. ആ ബോക്സ് പോലെ ആക്കി ഫോൾഡ് ചെയ്യാം. പിന്നെ എക്സ്ട്രാ വരുന്നത് ജസ്റ്റ് നമ്മളിങ്ങനെ ഇതേപോലെ മടക്കി ഒരു ബോക്സ് പോലെ തന്നെ ആക്കി അങ്ങ് എടുക്കുക കേട്ടോ. എക്സ്ട്രാ വരുന്നത് നമ്മൾ ഇതേപോലെ ഒരു ബോക്സ് ആക്കി ഫോൾഡ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ തോന്നുവാണെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് ആ സെൻറ്റർ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഫ്ലീറ്റിംഗ് ഇല്ലേ, ആ ഫ്ലീറ്റിംഗ് ഒന്ന് ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഫോൾഡ് ചെയ്തു. ഇച്ചിരി തുമ്പോട്ട് കിടപ്പുന്നുണ്ട്, അതെടുത്ത് ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ടൊന്ന് മടക്കി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ബോക്സ് കിട്ടും കേട്ടോ. ഇപ്പം എനിക്ക് ആ കറക്റ്റ് ബോക്സ് വന്നുണ്ടോ. ഇനിയിപ്പം നമ്മൾ ആ ഒരു ചെസ്റ്റ് പ്ലീറ്റ് അങ്ങ് ബാക്കിലോട്ട് ഇട്ടതുണ്ട്, അത് നമുക്കിനി ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പം നമുക്കൊരു ബോക്സ് കിട്ടി. അപ്പം ഇതുവരെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതേപോലെ ഒരു ബോക്സ് വന്നു. ഇനി നമ്മൾ ഫ്ലീറ്റ് ഇട്ടത് ഇങ്ങനെ ഈ ബോക്സിൻ്റെ മുകളിൽ കൂടെ എടുക്കുക. അത് മിഡിലിൽ കൂടെ അല്ല, ഒരു സൈഡിൽ കൂടെ ഒരു എഡ്ജ് ചേർത്ത് അങ്ങനെ എടുക്കണം കേട്ടോ. ഇങ്ങനെ എടുത്തു കണ്ടോ, ഒരു ബോക്സ് പോലെ ആയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നല്ല സെറ്റായിട്ട് അയൺ ചെയ്തെടുക്കുക. അതിന് ശേഷം അത് നേരെ അപ്പുറം തിരിക്കുക കേട്ടോ, ഇതേപോലെ തന്നെ. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ മുന്താണി പോർഷനിൽ അത് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക കേട്ടോ. ഒരു ബോക്സ് പോലെ ഇങ്ങനെ കുഞ്ഞ് ചുറ്റി ചുറ്റി എടുത്തിട്ട് ഈ നമ്മൾ ഫോൾഡ് ചെയ്ത് ഇപ്പുറം എടുത്തില്ലേ, ഇപ്പുറം എടുത്തതിൻ്റെ ഇങ്ങനെ സൈഡിൽ ഒരു പോക്കറ്റ് പോലെ ഉണ്ടാവും. അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കുക കേട്ടോ. ഇതേപോലെ അതിൻ്റെ അകത്തോട്ട് കയറ്റി വയ്ക്കുക. അപ്പം ഇതേപോലെ ഒരു സെറ്റായിട്ടുള്ളൊരു ബോക്സായി. ഇപ്പം നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബോക്സ് കണ്ടോ. ഇതാണ് ബോക്സ് പ്ലേറ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയറായി ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് ഒന്ന് അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തേക്കാം. ഓൾറെഡി അതൊരു ബോക്സ് പോലെ അങ്ങ് ഇരുന്നോളും. ഇനിയിപ്പം നമുക്ക് അത് കവറിലൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ അതിനകത്തൊന്നും ഇല്ല, അത് അതേപടി ഇരുന്നോളും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് നിങ്ങൾക്കൊരു പ്രൊഫഷൻ ആക്കാം, നിങ്ങൾക്കത് ഒരു ബിസിനസ് ആക്കി എടുക്കാം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സാരി ബോക്സ് പ്ലീറ്റിംഗ് ചെയ്ത് വെക്കാം. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആണ്. അപ്പം വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടിന്. ഈ ഒരു 10K ഫോളോവേഴ്സ് എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഒരു ഹ്യൂജ് ഹാപ്പിനെസ് ആണ്. അപ്പം ഇന്നേ വരെ എന്നെ സപ്പോർട്ട് ചെയ്തതിന്, വീഡിയോസിന് കമൻറ്റ് ചെയ്തതിന്, നിങ്ങൾ ഓരോരുത്തരും മെസ്സേജ് അയക്കുമ്പോൾ ആക്ച്വലി ചേച്ചി ഇന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഒത്തിരി കണക്റ്റഡ് ആയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യും. ആൻഡ് ആ ഒരു കണക്ഷൻ തന്നതിന് ഒക്കെ താങ്ക് യു. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പം നിങ്ങൾ 2-3 പ്രാവശ്യം ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പം നിങ്ങൾക്കതിൽ എക്സ്പെർട്ട് ആകാൻ പറ്റും കേട്ടോ. അപ്പം വേണ്ടവരെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇങ്ങനെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കുക. കാര്യം ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ടാണ്. അപ്പം വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. അപ്പം അടുത്ത വീഡിയോകൾക്കും എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ അകത്ത് മൈക്ക് എന്താ പറയുക, മൈക്ക് കട്ടായിപ്പോയി കേട്ടോ. അപ്പോൾ എൻ്റെ വോയിസ് മൊത്തത്തിൽ പോയി. ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വേസ്റ്റിൻ്റെ പോർഷനില്ലേ, നമ്മൾ വേസ്റ്റ് റൗണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ആ സെൻറ്റർ പ്ലീറ്റ് കറക്റ്റ് നമ്മുടെ ആ മിഡിൽ നടുക്കായിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം അകത്തോട്ടുള്ള ഡ്രേപ്പിംഗ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് നമ്മൾ സാധാരണ സാരി ഉടുക്കുമ്പോൾ ഒരു സൈഡിൽ നിങ്ങൾ കുത്തി പോരത്തില്ലേ, അങ്ങനെയല്ല. ഫസ്റ്റ് നമ്മൾ ആ സെൻറ്റർ പ്ലീറ്റ് വെക്കണം, അത്രയേ ഉള്ളൂ.